വൈദ്യുതി നിയന്ത്രണം. ഈ മാസം 30 വരെയാണ് നിയന്ത്രണം. വൈകുന്നേരം 6-നും രാത്രി 12-നും ഇടയിൽ വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകുമെന്ന് KSEB അറിയിച്ചിരിക്കുകയാണ്. അതായത് പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന് നാളെ 1 മാസം തികയാനിരിക്കെ വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകുന്നു എന്ന് ഒരു മാസം നമ്മുടെ മാധ്യമങ്ങളെല്ലാം ഈ ഒരു ഗവൺമെന്റിന്റെ ഈ ഒരു മാസത്തെ പറ്റി പറയുന്നത് ഇത് ഹണിമൂൺ പീരീഡ് എന്നാണ്. എന്തായാലും ഹണിമൂൺ പീരീഡ് കഴിയുമ്പോഴേക്കും നമ്മുടെ 1 മാസം തികയുമ്പോഴേക്കും നമ്മുടെ ജനങ്ങൾ പഠിക്കാൻ പോവുകയാണ്. അതും വളരെ വൃത്തിയായിട്ടുള്ള പഠനമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം മുതൽ വൈകുന്നേരം 6 മണി മുതൽ രാത്രി 12 മണിക്ക് ഇടയ്ക്ക് എപ്പോഴെങ്കിലും വൈദ്യുതി നിയന്ത്രണം ഉണ്ടാവും. പച്ചമലത്തിൽ വൈദ്യുതി കട്ടുണ്ടാവും, കരണ്ട് കട്ട്. ഒരുപക്ഷെ ഈ പുതിയ ആളുകൾക്ക് എന്താണ് ഈ കരണ്ട് കട്ട് എന്ന് പല പിള്ളേർക്കും അറിയില്ല. കാരണം കഴിഞ്ഞ 10 വർഷമായിട്ട് ആ ഒരു വാക്ക്, ആ ഒരു പേര് നമ്മൾ ആരും കണ്ടിരുന്നില്ല, കേട്ടിരുന്നില്ല. എന്തായാലും ആ കരണ്ട് കെട്ടുക തിരികെ വരുന്നു. ഇങ്ങനെ പലതും തിരികെ വരാനുണ്ട് കേട്ടോ. ആരും വെറുതെ ഒന്നും മറന്നു പോകണ്ട. ഇനി പഴയ ആളുകൾക്ക് ഇതൊന്നും കേട്ടില്ല എന്ന് വിചാരിക്കേണ്ട. ഇങ്ങനെ പല സംഗതികളും ഇനി അങ്ങോട്ട് നിങ്ങൾ കേൾക്കാൻ പോകുന്നുണ്ട്. ഇനിയൊപ്പം തന്നെ നിങ്ങൾക്ക് കേൾക്കാൻ പോകുന്ന വേറൊരു വാക്ക് ഈ ബസ്സുമായി ബന്ധപ്പെട്ടാണ്. ഈ ബസ്സുമായി ബന്ധപ്പെട്ട് വെച്ച് കഴിഞ്ഞാൽ KSRTC ബസ്സുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഒരു വാക്ക്. അത് കട്ടപ്പുറത്ത് എന്ന് പറയുന്ന ഒരു വാക്കായിരിക്കും. കട്ടപ്പുറത്ത് കയറുക എന്ന് വെച്ച് കഴിഞ്ഞാൽ KSRTC ബസ്സുകൾ പലതും ഓടാതിരിക്കുക എന്നുള്ളതാണ്. അത് ഓടാതിരിക്കുമ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് KSRTCയിലെ ജീവനക്കാർ മുഴുവൻ സമരത്തിനിറങ്ങും. ഒരു 6 മാസത്തിനുള്ളിൽ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന പ്രശ്നങ്ങളാണ് ഇതെല്ലാം എന്നുള്ളതാണ്. എന്തായാലും സുഹൃത്തുക്കളെ, ഒരു സന്തോഷ വാർത്തയാണ്. ഈ VD സതീശന്റെ ആ ഒരു ചിരിക്ക് വേണ്ടിയിട്ട്, ചിരിയില്ലാത്ത പിണറായി വിജയൻ മുഖ്യമന്ത്രിയിൽ നിന്ന് ചിരിയുള്ള ഒരു മുഖ്യമന്ത്രിയാണ് ഞങ്ങൾക്ക് വേണ്ടതെന്ന് പറയുന്ന അഭൗമമായിട്ടുള്ള ഒരു ആഗ്രഹത്തിന്റെ പേര് എല്ലാവരും കൊണ്ടുപോയി കുത്തി ആ മനുഷ്യനെ അങ്ങോട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ആർജവമില്ലാത്ത, ഒരു നിലപാടില്ലാത്ത ഒരു മുഖ്യമന്ത്രിയായിട്ട് VD സതീശ മേനോൻ മാറുന്നു എന്നുള്ളതാണ്. നോക്കൂ, അധികാരത്തിൽ കയറിയ ആ നിമിഷത്തിൽ തന്നെ അദ്ദേഹം കേരള ജനതയോട് വിളിച്ചു പറഞ്ഞു, ഞാനൊരു മേനോനാണ് കേട്ടോ. ഞാൻ വെറും ഒരു മുഖ്യമന്ത്രി വിചാരിക്കേണ്ട. കഴിഞ്ഞുപോയ മുഖ്യമന്ത്രി പിണറായി വിജയൻ മേനോനല്ല കേട്ടോ. അയാൾ ഏതൊരു താഴ്ന്ന ജാതിക്കാരനാണ്, ഏതൊരു തെങ്ങേറ്റക്കാരന് എന്താ പറയുക മകനാണ്. ഞാൻ അങ്ങനെ ഒന്നല്ല, ഞാനൊരു മേനോന്റെ മകനാണ് എന്ന് അദ്ദേഹം കൃത്യമായിട്ടും നമ്മുടെ ജനങ്ങളോട് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയാണ് നമ്മുടെ കേരളത്തിൽ ആ ഒരു മനുഷ്യൻ അധികാരത്തിൽ കയറിയത്. അതിനുശേഷം ഒന്നൊന്നായി നുണകൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അധികാരത്തിൽ കയറുന്നത്. ഇപ്പോൾ ഇനി പറയാൻ പോകുന്നത് ഔദ്യോഗികമായിട്ടുള്ള നുണകളാണ്. എന്തൊക്കെ തന്നെയായാലും ഇപ്പോഴത്തെ സന്തോഷ വാർത്ത ഇരട്ടിക്കുകയാണ്. ഈ നല്ല മഴക്കാലത്തും, ഈ ഒരു അടിപൊളി മഴക്കാലത്തും ഇപ്പോഴും നമ്മുടെ മുമ്പിലേക്ക് കരണ്ട് കട്ട് എന്ന് പറയുന്ന ആ ഒരു വാക്ക് പോലും മറന്നു കഴിഞ്ഞിരുന്നു നമ്മുടെ മലയാളികൾ. കഴിഞ്ഞ 10 വർഷമായിട്ട് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങൾ ഒരാൾ പോലും ആ ഒരു വാക്ക് കേട്ടിട്ടുണ്ടായിരിക്കില്ല. എന്തായാലും വാർത്ത കേട്ടോളൂ, ആസ്വദിച്ചോളൂ. വാർത്തയാണ് പ്രിയ പ്രേക്ഷകരെ നമ്മളെ തേടിയെത്തുന്നത്. ഈ മാസം 30 വരെയാണ് നിയന്ത്രണമുള്ളത്. സായി വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. സായി, ഈ വൈദ്യുതി നിയന്ത്രണത്തിന് KSEB പറയുന്ന ന്യായം എന്താണ്? മാധു, അതായത് വൈദ്യുതി ലഭ്യതയിൽ ഉണ്ടായിട്ടുള്ള വലിയ കുറവ്, അതാണ് ഇപ്പോൾ ഈ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക്, ഈ പെട്ടെന്നുള്ള ഒരു പ്രതിസന്ധിയിലേക്കുള്ള കാരണമായി KSEB പറയുന്നത്. അതായത് ഏകദേശം 900 മെഗാവാട്ടിന്റെ തന്നെ കുറവ് KSEBക്ക് മേൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് വൈദ്യുതി ലഭ്യതയുള്ള കുറവ്, അതും ഈ മഴക്കാലത്ത്. പക്ഷേ കഴിഞ്ഞ വേനൽക്കാലത്താണ് ചെറുതായിട്ടൊരു വൈദ്യുതി, അത് ഡ്രിപ്പ് ആവൽ എന്ന് പറയുന്ന പ്രക്രിയ കേരളത്തിൽ സംഭവിച്ചിരുന്നു. ആ ട്രിപ്പ് ആവൽ പ്രക്രിയ തന്നെ പിണറായി വിജയന്റെ തലയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ മുഴുവൻ ഉപയോഗിച്ചിരുന്നു. എൻ്റെ ഒരു അറിവില് ഈ ഒരു വാർത്ത വന്നിട്ടുള്ളത് റിപ്പോർട്ടറിൽ മാത്രമാണ്. മറ്റു മാധ്യമങ്ങളൊന്നും ഈ ഒരു വാർത്ത കാര്യക്ഷമമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നില്ല? ഇപ്പോൾ പിണറായി വിജയനല്ലല്ലോ ഭരിക്കുന്നത്, ഇപ്പോൾ ചിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയല്ല ഭരിക്കുന്നത്. അതുകൊണ്ട് ആ ചിരിക്ക് ഇവിടെ കരണ്ട് പോയാലും പത്രമാറ്റി വിളിച്ചുകൊണ്ടാണ് ആ ഇരുട്ടത്തും ചുമ്മാ ആ ഒരു ഫോട്ടോ ഒക്കെ മൊബൈൽ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ആ ചിരി വീട് മുഴുവൻ അങ്ങോട്ട് പരക്കുമായിരിക്കും പ്രകാശമായിട്ട്. ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ടായിരിക്കണം ഒരുപക്ഷെ ഇവിടുത്തെ മാധ്യമങ്ങളൊന്നും ഇത്തരം വാർത്തകളൊന്നും കൊടുക്കുന്നില്ല. എന്തായാലും ഈ ഒരു നല്ല മഴക്കാലത്തും നമ്മൾ ഇരുട്ടിലാവാൻ പോവുകയാണ്. ഇത് ഇനി നീളും. എന്തായാലും 30 ദിവസത്തേക്കാണ് ഈ ഒരു നീളൽ നടക്കാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന ഒരു വിവരം. നിയന്ത്രണം ഏർപ്പെടുത്താതെ മുന്നോട്ട് പോകാനാകില്ല എന്നുള്ള ഒരു നിലപാടിലാണ് ഇപ്പോൾ ഒരു നിയന്ത്രണത്തിലേക്ക് KSEB. ഇത് എപ്പോഴൊക്കെയാണ് UDF ഭരിക്കുന്നത് ആ കാലത്തിലൊക്കെ ഇങ്ങനത്തെ ഒരു വാക്ക കേട്ടുള്ളത്. മുന്നോട്ട് പോകാനാകില്ല, ഈ എന്താ പറയുക കറണ്ട് ചാർജ് കൂട്ടാതെ മുന്നോട്ട് പോകാനാവില്ല,
സഹിക്കാൻ കഴിയുന്നില്ല, എന്താണ് KSRTCക്ക് നിർത്തേണ്ടി വരും, അതീവ കടത്തിലാണ്, മുന്നോട്ട് പോകാനാകുന്നില്ല എന്ന് ഒരു മടിയും കൂടാതെ വന്നിരുന്ന് പറഞ്ഞു കളയും. ഇനിയിപ്പോ നമ്മൾ ചോദിക്കുകയാണ്, നിങ്ങളൊക്കെ ഇത് വളരെ ഭംഗിയായിട്ട് നടത്താം, നിങ്ങൾക്ക് ഇതിനെല്ലാറ്റിനും ഒരു ആൾട്ടർനേറ്റീവ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു വന്ന ആൾക്കാരല്ലേ, എവിടെ നിങ്ങളുടെ ആൾട്ടർനേറ്റീവ്, എവിടെ നിങ്ങളുടെ ഗ്യാരണ്ടികൾ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, അതെ ഞങ്ങൾ പ്രതിപക്ഷത്തായിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇലക്ഷൻ സമയത്ത് ഇങ്ങനെ പലതും ഞങ്ങൾ പറയും. അതൊക്കെ അന്ന്. ഇപ്പൊ ഞങ്ങള് മന്ത്രിസഭയിലുണ്ട്, ഞങ്ങൾ മന്ത്രിമാരാണ്, ഇപ്പൊ ഞങ്ങൾക്ക് അത് നടപ്പിലാക്കണമെന്നുള്ള സംഗതിയൊന്നുമില്ല. ഒരു മടിയും കൂടാതെ, ഒരു നാണവുമില്ലാതെ, ഒരു മാനവുമില്ലാതെ ഇത്തരം വാക്കുകൾ പറയും. അതിന് ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ മുരളീധരനാണ്, ആരോഗ്യമന്ത്രി മുരളീധരനാണ്. നിങ്ങൾ അധികാരത്തിലിരിക്കുന്ന സമയത്ത് കുറെ പൊട്ടത്തരങ്ങൾ പറഞ്ഞിരുന്നല്ലോ. നിപ്പ വന്ന സമയത്ത് എറണാകുളമ്മമാർ ഭരിക്കുന്നതുകൊണ്ടാണ് നിപ്പ പോലെ അസുഖങ്ങൾ വന്നതെന്ന് താങ്കൾ പ്രതിപക്ഷത്ത് ആയിരിക്കുമ്പോൾ പറഞ്ഞിരുന്നല്ലോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങളിത് കണ്ടില്ലേ, ഞാൻ ഇരിക്കുന്നത് ഈ മന്ത്രിസഭയുടെ ഭാഗമായിട്ടാണ്, പുറകില് കേരള ഗവൺമെന്റ് എന്നാണ്, ഞാനിപ്പോൾ മന്ത്രിയാണ്. ഈ മന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഞാൻ പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും ഞാൻ ഇപ്പോൾ ഉത്തരം പറയേണ്ട ആവശ്യമില്ല എന്നാണ്. ഇതൊരു വഴിയാണ്. VD സതീശൻ മേനോൻ അടക്കമുള്ള നമ്മുടെ ഇപ്പോഴത്തെ മന്ത്രിസഭയിലെ എല്ലാവർക്കും ഇനി പറയാനുള്ള ഒരു മാർഗമാണ്. ഉത്തരം മുട്ടുമ്പോൾ ഇത്തരത്തിലുള്ള കൊഞ്ഞനം കാട്ടലുകളൊക്കെ ആയിരിക്കും ഇവർ ഇനി നടത്താൻ പോവുക. എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് വൈകുന്നേരം 6-നും രാത്രി 12-നും ഇടയിൽ വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ KSEB പറയുന്നത്. നമുക്കറിയാം, നേരത്തെ ഈ മുൻ സർക്കാരിന്റെ അവസാന കാലത്ത് ഈ ഒരു പ്രതിസന്ധി, വലിയ ചൂടൊക്കെ കൂടിയ സമയത്ത് ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ വലിയ പ്രതിഷേധം ഉണ്ടാക്കിയ ആളുകളാണ് ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നത്. സ്വാഭാവികമായും അതൊരു രാഷ്ട്രീയ വിഷയമായി തന്നെ മാറുകയും ചെയ്യും. പക്ഷേ KSEB അതിന്റെ യാഥാർത്ഥ്യമാണ്, അവരുടെ പ്രതിസന്ധിയുടെ ഘട്ടമാണ് ഇപ്പോൾ പറയുന്നത്. അവർക്ക് വൈദ്യുതി ലഭ്യതയിൽ വലിയ കുറവുണ്ടായി, അതോടൊപ്പം കേന്ദ്ര പൂളിൽ നിന്നടക്കം വൈദ്യുതിയിൽ കുറവുണ്ടായി എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇവർ കൃത്യമായിട്ടും അത് പറയുന്നുണ്ട്. പ്രതിപക്ഷത്തായിരിക്കുന്ന സമയത്ത് ഇതിനെതിരൊക്കെ ശക്തമായിട്ട് പ്രതികരിച്ച ആളുകളാണ് ഇപ്പോൾ കളിക്കളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവർക്ക് സംഗതി മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. അപ്പൊ എന്തായാലും എല്ലാവർക്കും ആനന്ദ ദിനങ്ങൾ തന്നെ നേരുകയാണ്. ഇനി അങ്ങോട്ടുള്ള 30 ദിവസം നമ്മളൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ കറണ്ട് കെട്ട് അവർ അരമണിക്കൂർ കറണ്ട് കെട്ട് അവർ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കും. ഈ അരമണിക്കൂർ എന്ന് പറയുന്ന ഈ കറണ്ട് കെട്ട് ഈ പരീക്ഷണാടിസ്ഥാനത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ അതിനോടൊരു അങ്ങനെ ഉണ്ടല്ലോ, ഒരു 28 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തും ഒരു ശീലമായി കളയുമെന്നൊക്കെ പറയുക. അങ്ങനെ ഒരു ശീലമായി കഴിഞ്ഞാൽ ഇവരിതങ്ങോട്ട് കൂട്ടും. ഇതങ്ങോട്ട് കൂട്ടിയിട്ട് കുറച്ചും കൂടിയും ഒരു മാസം കൂടി നിങ്ങൾക്ക് സഹിക്കുന്നില്ല, ഒരു മാസം കൂടി നിങ്ങൾ ഒരു അരമണിക്കൂർ സഹിക്കൂ എന്ന് പറയും. പിന്നെ അടുത്ത മാസം വരുമ്പോൾ ഒരു മാസം കൂടി നിങ്ങൾ എന്ന് പറയുന്ന 1 മണിക്കൂറാക്കി മാറ്റുന്നുണ്ടെന്ന് പറയും. ഇങ്ങനെ 1-2 മണിക്കൂർ ഒരു പ്രശ്നവുമില്ലാതെ ഇവരെ കട്ട് ചെയ്ത് കളയും. ഒരാളും പ്രതികരിക്കില്ല. കാരണം പ്രതികരിക്കാനില്ലാത്ത വിധത്തിൽ ആ ചിരിയിൽ ആളുകളൊക്കെ മയങ്ങി പോയിട്ടുണ്ടാകും. ബൈ.